ഹായ് ഫ്രണ്ട്സ്, ടെക്ടോപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതെ തന്നെ എങ്ങനെ നമ്മുടെ വാട്സപ്പിനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ വാട്സപ്പിനെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്തുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് വെബിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ വാട്സപ്പ് ഉപയോഗിക്കാറ്. എന്നാൽ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ വാട്സപ്പിനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ വാട്സപ്പ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ്. അതായത് സ്മാർട്ട് ഫോണിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി കാണിക്കും. ജസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു QR കോഡ് കിട്ടും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പ് കണക്റ്റ് ആവുകയും ആ രീതിയിലായിരുന്നു നമ്മൾ വാട്സപ്പിനെ യൂസ് ചെയ്തിരുന്നത് കമ്പ്യൂട്ടറിൽ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്റ്റ് ആയിരിക്കണം നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട്. അഥവാ നമ്മൾ നെറ്റ് ഓഫാക്കുക, നമ്മുടെ ഫോണിൽ നെറ്റ് ഓഫാക്കുക അല്ലെങ്കിൽ അത് ഡിസ്കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലും വാട്സപ്പ് ഡിസ്കണക്റ്റ് ആവുകയും പിന്നീട് നമുക്ക് അതിൽ മെസ്സേജും കാര്യങ്ങളൊന്നും വരില്ല. എന്നാൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ വാട്സപ്പിനെ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാമെന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അഥവാ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോംസ്. ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ വളരെ ഈസി ആയിക്കൊണ്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഒരു ഫോണിനെ നമുക്ക് കമ്പ്യൂട്ടറിൽ കിട്ടും. അതായത് ഒരു ഫോൺ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാനും ഗെയിംസ് കളിക്കാനും എല്ലാത്തിനും നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് കുറേ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. നമുക്ക് KM പ്ലെയർ, പോലെ തന്നെ നോക്സ് ആപ്പ് പ്ലെയർ, ബ്ലൂ സ്റ്റാക്ക് ആപ്പ്, ആൻഡ്രോയിഡ് STK തുടങ്ങിയ ഇഷ്ടംപോലെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകൾ കമ്പ്യൂട്ടറുകളിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ നോക്സ് ആപ്പ് പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം, അതായത് ഇപ്പോൾ ഒരു ടാബ്ലെറ്റിൻ്റെ ഒരു വിൻഡോ ആയിട്ടാണ് നമുക്ക് കാണുക. ഡിഫോൾട്ടായിട്ട് ടാബ്ലെറ്റിൻ്റെ ഒരു വിൻഡോ ആയിരിക്കും. അത് നമുക്ക് ഫോണിലേക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് വേണ്ട പോലെ യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം. ഇതിൽ നമുക്ക് ഏത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഇതിൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇമെയിൽ ID സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇമെയിൽ ID ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക. ഒരു ഇമെയിൽ ID മസ്റ്റാണല്ലോ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ. ഇമെയിൽ ID സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെയാണ് വാട്സപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സിം കാർഡ് ഏതെങ്കിലും ഒരു സാധാ ഫോണിൽ ടച്ച് മതി, മെസ്സേജ് കിട്ടാൻ മാത്രം. ആ മെസ്സേജ് ജസ്റ്റ് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ആവും. ജസ്റ്റ് നമുക്ക് സാധാ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന അതേപോലെ സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ നമുക്ക് കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളൊന്ന് പരിചയപ്പെടാം. ജസ്റ്റ് നമ്മൾ സാധാ ഫോണിൽ വലിക്കണ പോലെ തന്നെ നമുക്ക് ഇവിടെ പിന്നെ നോട്ടിഫിക്കേഷൻ ബാറുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇവിടെ സെറ്റിങ്സുകളും എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. സെറ്റിങ്സ് നമ്മൾ സാധാ ഫോണിൽ വരുന്ന എല്ലാ സെറ്റിങ്സുകളും ആഡ് അക്കൗണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് സെറ്റിങ്സുകൾ പരിചയപ്പെടാം. ഇനി സെറ്റിങ്സിൻ്റെ മുകളിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൽ മതി.
പിന്നെ അതിൽ കാണുന്നത് ജനറൽ സെറ്റിങ്സാണ്. ജനറൽ സെറ്റിങ്സിൽ വരുന്നത് ജസ്റ്റ് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ പെർഫോമൻസ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ, CPU മിഡിൽ ഹൈ പെർഫോമൻസ് ആണോ അതോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇനി ഇവിടെ കാണിക്കുന്നത് സ്റ്റാർട്ടപ്പ് സെറ്റിങ്സിൽ വരുന്നത് നമുക്ക് ഇപ്പോൾ ഡീഫാൾട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാബ്ലറ്റിൻ്റെ മോഡിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് മൊബൈൽ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊബൈൽ ഫോൺ മോഡിലേക്ക് മാറും. പിന്നെ നമുക്കിവിടെ പിന്നെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. പിന്നെ സെറ്റിങ്സ്, ഗ്രാഫിക്സിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ സെറ്റിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് സേവ് സെറ്റിങ്സ് കൊടുക്കണം. പിന്നെ ഇവിടെ പ്രോപ്പർട്ടി സെറ്റിങ്സിൽ നമുക്ക് ഫോൺ ഏതാണോ അവിടെ സെലക്ട് ചെയ്യാം. അതിൽ സാംസങ്, ഹുവായി ഒക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ IMEI നമ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ടൂൾ ബാറിലും സംബന്ധമായ കുറച്ച് ബേസിക് സെറ്റിങ്സുകൾ, പിന്നെ ഷോർട്ട് കട്ടുകൾ, ഹോം അങ്ങനത്തെ കുറച്ച് സെറ്റിങ്സുകളാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ. ഇനി നമ്മൾ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ചേഞ്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് നോ എന്ന് പറയാൻ കാണിക്കും. അതായത് നമ്മളിവിടെ ടാബ്ലറ്റ് മോഡിൽ നിന്ന് ഫോൺ മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. ജസ്റ്റ് റീസ്റ്റാർട്ട് നോ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ മോഡിൽ, അതായത് പോർട്രേറ്റ് മോഡിൽ നമുക്കിത് ഓപ്പണായി വരുന്നത് കാണാം. നേരത്തെ ടാബ്ലറ്റിൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഫോണിൻ്റെ പോർട്രേറ്റ് മോഡിൽ ജസ്റ്റ് ഓപ്പൺ ആവുന്നത് കാണാം. അപ്പോൾ നമുക്കിവിടെ കാണാം പോർട്രേറ്റ് മോഡിൽ ജസ്റ്റ് ഓപ്പൺ ആയി. ഇപ്പോൾ നമുക്ക് ആ ഫോണിൻ്റെ അതേ ആകൃതിയിലാണ് ഫോൺ. ഇതാണ് ഇതിൽ വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സുകൾ. ഇവിടെ ജസ്റ്റ് നമുക്ക് തീമുകൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്ന ഒരു മെയിനായിട്ടുള്ള നമ്മുടെ ഫോണിൻ്റെ യൂസ് ചെയ്യുന്ന ബാക്ക് ബട്ടണ്, ഹോം ബട്ടണ്, പിന്നെ നമ്മുടെ റീസെൻറ്റ് ടാസ്ക്സ് അറിയാൻ പറ്റുന്ന, മിനിമൈസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഈ ഒരു ബട്ടണും, ഈ ഒരു 3 ബട്ടണും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഉപയോഗം. നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് ഏതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഏതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.